5/2026 ദിവസത്തിൽ ബുക്ക് ചെയ്ത ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം 22/5/2026 രാവിലെ 2 മണി. ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് പ്രേക്ഷകർ എൻ്റെ അടുത്ത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയുകയാണ്. 98% പ്രേക്ഷകർ സാധാരണ മനുഷ്യരാണ്. 98% പ്രേക്ഷകർ സാധാരണ മനുഷ്യരാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രികളിൽ, അതിൽ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യ, ഭാരതത്തിൽ അവർ കുടുംബ ബന്ധങ്ങളുടെ ഇമോഷനുമായിട്ട് ജീവിക്കുകയും അതിൽ തന്നെ രസകരമായിട്ടുള്ളൊരു സംഭവം ഇതിനകത്തുണ്ട്. പുരുഷനെടുക്കുന്ന ഒരു എഫോർട്ട്, ആ എഫോർട്ടിൻ്റെ കാതലായ വശം ചൂണ്ടിക്കാണിക്കുകയും എന്ന് പറഞ്ഞാൽ ആ എഫോർട്ടാണ് വേണ്ടത്, ചൂണ്ടിക്കാണിക്കുകയും ചെയ്യപ്പെടുന്ന രീതിയിൽ എടുക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ദൃശ്യം 3. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 98% പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം 3. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ലോക എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് ഭേദിക്കാം. ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ റെക്കോർഡ് ദൃശ്യം ഭേദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളും ബ്ലോഗ് ചെയ്യാതിരിക്കുക. കാരണം അതാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ബേസ്. കാരണം 98% വരുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിന്റെ, കുടുംബത്തിന്റെ, ജീവിതത്തിന്റെ പശ്ചാത്തലത്തെ ആസ്പദമാക്കി നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അത് എങ്ങനെ പ്രേക്ഷകന്റെ ബ്രെയിനിലോട്ട്, ഹാർട്ടിലോട്ട്, ബോഡി എഫോർട്ടിലോട്ടൊക്കെ പൾസ് ചെയ്യപ്പെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ക്ലിക്കാവും എന്നുള്ള രീതിയിൽ എടുക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ദൃശ്യം 3. അതുകൊണ്ട് തന്നെ ലോക എന്ന് പറയുന്ന ചിത്രമായിട്ട്, ആ റെക്കോർഡോട്ട് ഒരാളും ഇതിനെ കമ്പയർ ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ലോക എന്ന് പറയുന്ന ചിത്രം ഒരു പരീക്ഷണ ചിത്രമാണ്, ഒരു ഇമാജിനേഷൻ ചിത്രമാണ്. ഒരു പഴയകാല ചിന്താഗതിയിൽ നിന്നും പുതിയ കഥ ഉടലെടുത്തിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി വേർഷനിലുള്ള ഒരു ആനിമേഷൻ ഫിലിം പോലെ എന്ന് പോലും പറയാം. അപ്പൊ ആ സിനിമ, ലോക സിനിമ ഒരു വ്യത്യസ്ത സിനിമയാണ്.